ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തന്നെ സൺഡേ ഡേ വ്ളോഗാണ്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോണു. അപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എല്ലാവരും എണീറ്റത്. ഇതാ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് എണീറ്റപ്പം. വേഗം ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ കുടിക്കുകയാണ്. ഇന്നലെയൊക്കെ വന്നപ്പം സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് 2 ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ അത് കുറച്ച് രാവിലെ എടുത്തിട്ട് അങ്ങനെ കൊറിക്കുകയാണ്. മഴയും ചക്കവറ്റലും ചായയും ഒക്കെ ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. ചക്കപ്പണി വല്ലാത്തൊരു പണിയാണെങ്കിലും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സുഖമാണ് കേട്ടോ. നമ്മൾ ആ പണിയെടുത്തതൊക്കെ ഈ ഒരു ചക്കവറ്റൽ കഴിക്കുന്ന ടേസ്റ്റിൽ മറന്നു പോകും അല്ലേ? അങ്ങനെ ചായ കുടിയൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പം മക്കളൊക്കെ ഇനിയിപ്പം റെഡിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് നമുക്ക് ഒരു കല്യാണമുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് പോവുകയാണ്. അതിന് മുന്നേ ഇതാ ചായ കുടിച്ച പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വീടൊക്കെ ഒന്ന് നീറ്റാക്കി ഒതുക്കി ഇട്ടിട്ട് പോകണമെന്ന് വിചാരിക്കുകയാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. കാരണം ഇപ്പം തന്നെ ടൈം ഒരുപാടായി. അപ്പോൾ വേഗം ഞാൻ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുണ്ട്. ദോശമാവൊക്കെ അരച്ചത് ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദോശ ഒന്ന് ചുട്ടെടുക്കാനേ ഉള്ളൂ. അതിലേക്കൊരു ചട്നിയും റെഡിയാക്കണം. പിന്നെ ചെറിയൊരു അലക്ക് പരിപാടിയാണ് കേട്ടോ. നമ്മളെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന തുണികളില്ലേ, അതൊക്കെ ഞാൻ തലേദിവസം രാത്രി ടൈഡ് പൊടിയിൽ മുക്കി വെക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് അലക്കി വൃത്തിയാക്കി ഇടട്ടെ. അപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലൊക്കെ നമ്മൾ അന്നന്ന് തന്നെ കഴുകി വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരുതരം വഴുവഴുപ്പ് പിടിക്കും. അപ്പോൾ അത് ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ ആ ഒരു ടിപ്പ് കൂടി ഷെയർ ചെയ്തതാണ്. ഡെയിലി കഴുകാൻ പറ്റിയില്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും അത് കഴുകി വൃത്തിയാക്കണം. എങ്കിലേ ഒരു നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു തുണി നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത അവസ്ഥയിലാവും. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരേ മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. അപ്പോൾ ഇന്നിപ്പം ചെറിയൊരു വെട്ടം കണ്ടുകൊണ്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും മുറ്റമടി തീരുന്നത് വരെ മഴയൊന്നും പെയ്തില്ല. അങ്ങനെ ആ ഒരു പണിയും കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. ഇത് പരസ്യമോ പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ നല്ല അടിപൊളി ഫേസ് വാഷാണ്. അപ്പോൾ ഇത് മുൾട്ടാണി മിട്ടിയുടെയും പിന്നെ ഒരു റോസിൻ്റെയും ഫ്ലേവറൊക്കെ ചേർന്നതാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ്. നല്ല പതയുന്ന ടൈപ്പാണ് കേട്ടോ, ഒരു ക്രീമി ടൈപ്പ് അല്ല. പിന്നെ ചെറിയൊരു ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു റോസിൻ്റെ ഒക്കെ ചെറിയൊരു സ്മെല്ലുണ്ട്. പിന്നെ ഇന്ന ഫേസ് വാഷ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒന്ന് ഉപയോഗിച്ചിട്ട് ആ ഒരു ട്യൂബ് തീരുന്നത് വരെ ഞാനത് ഉപയോഗിക്കും. എന്നിട്ട് വേറെ ഏതെങ്കിലും ആണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഏതാണ് സ്യൂട്ടെന്ന് നോക്കിയിട്ട് അത് തന്നെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് അങ്ങനെ വാങ്ങാറുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എന്തായാലും പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നേരത്തെ നല്ലോണം പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ പിമ്പിൾസ് ഒക്കെ മാറി. അപ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ടാണ്. അങ്ങനെ ഇതാ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തു. അപ്പോഴേക്കും ഇതാ കുറച്ച് ചക്ക ഇന്നലത്തത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്യാൻ ഞാൻ എടുത്തതിൽ കുറച്ച് ഒരു 5-6 ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഇനി ദോശയ്ക്കുള്ള ചട്നി റെഡിയാക്കാൻ പോവാണ്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകി എടുക്കട്ടെ. ഇവിടെ പിന്നെ ആ ഒരു കറി ചട്നി ആർക്കും വലിയ ഇഷ്ടമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഉരുട്ട് ചമ്മന്തി അരയ്ക്കൂലേ, അതാണ് എല്ലാവർക്കും വലിയ ഇഷ്ടം. അപ്പോൾ പിന്നെ അതാണ് ഇന്ന് റെഡിയാക്കണത്. നമ്മളിവിടെ ഉരുട്ട് ചമ്മന്തി എന്നാണ് കേട്ടോ പറയുന്നത്. ഒരു ലൂസ് അല്ലാതെ ഇങ്ങനെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കൂലേ, ആ ഒരു ചമ്മന്തി. പൊതിച്ചോറിനൊപ്പമൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ബോൾ പോലെ വെച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു ചമ്മന്തി തന്നെയാണ് കേട്ടോ. ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ ആർക്കും അറിയാത്തതല്ലേ. അപ്പം എന്തായാലും ഞാൻ ഉണ്ടാക്കുകയല്ലേ, അതുകൊണ്ട് വെറുതെ റെസിപ്പി പറഞ്ഞു പോവാം. ഇവിടെ കുറച്ച് തേങ്ങ ഉണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. പിന്നെ 5-6 കുഞ്ഞുള്ളി, 7-8 പച്ചമുളക്, ജീരകം, ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഉരുട്ട് ചമ്മന്തി. ഇപ്പോൾ ചമ്മന്തി അരക്കുന്നതിനിടയിൽ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇന്നലെ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഉറുമ്പൊക്കെ കയറുകയാണ്. അപ്പോൾ വേഗം അതിന് ടിന്നിലേക്ക് ആക്കട്ടെ. മധുരമുള്ളതോ അല്ലാതെ എന്തെങ്കിലും ഒരു ആഹാര സാധനത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇപ്പോൾ കിച്ചണിൽ ഭയങ്കര ഉറുമ്പാണ് കേട്ടോ. നിങ്ങളുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ തന്നെയാണോ? എല്ലായിടത്തും ഉറുമ്പിൻ്റെ ശല്യം കൂടുതലാണോ? ഒരാഴ്ച മുമ്പ് ഭയങ്കര ഈച്ച ശല്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഈച്ചയെ ഞാൻ ഒരുവിധം ഓടിച്ചു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഉറുമ്പാണ് ഭയങ്കര പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഈച്ചയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ലൈസോളില്ലേ, നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ്, അതിലേക്ക് അല്പം വിനെഗറും ഒക്കെ ചേർത്തിട്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കി. അപ്പോൾ അത് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിടും. അപ്പോൾ ഈച്ച അധികം വരില്ല കേട്ടോ.
പിന്നെ ഇതാ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ മെക്കാനിക്ക് വന്നിട്ട് സ്പാർക്കൊക്കെ റെഡിയാക്കിയിട്ട് പോയെന്ന്. അങ്ങോട്ട് പോയി തിരിഞ്ഞതേ ഉള്ളൂ കേട്ടോ, വീണ്ടും അത് കംപ്ലൈന്റ് ആയി. അപ്പൊ ഇപ്പൊ ഇതാണ് പരിപാടി, ചെറുത് കത്തുന്നുണ്ട്, അപ്പൊ അതിൽ നിന്ന് തീ എടുത്തിട്ട് വലുതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പൊ പരിപാടി. അപ്പൊ ഇനി വേഗം ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പൊ ചട്നിയൊക്കെ ഇതിനിടയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് മാരേജ് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും റെഡിയാക്കണ്ടല്ലോ. നമ്മൾ സ്ത്രീയൊക്കെ പൊതുവേ ഒരു ദിവസം കിച്ചണിൽ പണിയൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണല്ലേ. കുക്കിംഗ് പണി ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ ക്ലീനിങ് പരിപാടികളൊക്കെ പതിവ് പോലെ ചെയ്യാനുണ്ടാവും. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തുടച്ചും കൂടി ഇടണം. ഇന്ന് തുടയ്ക്കാനുള്ള ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ ടൈം ഉണ്ടോയെന്ന് അറിയില്ല. ടൈം ഉണ്ടെങ്കിൽ നിലവും കൂടി തുടച്ചൊന്ന് നീറ്റാക്കണം. പിന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ക്ലീനിങ് ആണോ കുക്കിംഗ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്യാനായിട്ട്? അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. എനിക്ക് ഓരോ ദിവസം ഓരോന്നിനോടാണ് കേട്ടോ താല്പര്യം. ചില സമയം കുക്ക് ചെയ്യാനായിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ്, അന്ന് ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. എന്നാൽ അല്ലാത്ത ദിവസം ക്ലീനിങ്ങിനായിരിക്കും ഭയങ്കര മുൻതൂക്കം കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിലൂടെ പറഞ്ഞാൽ എനിക്കും കൂടി അറിയാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇതാ ദോശ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കളും ഞാനും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇക്ക ഇവിടെ ഇല്ല കേട്ടോ, ഉമ്മാക്ക് സുഖമില്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാ. അപ്പോൾ ഇനിയിപ്പം ഇക്ക വന്നതിന് ശേഷം ഇക്ക കൂടിയുള്ള ഫുഡൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് റെഡി ആവാമെന്ന് വിചാരിക്കുകയാണ്. മക്കളൊക്കെ ഓരോ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ദോശയൊക്കെ കഴിച്ചു. ഇനിയിപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാണ്. അപ്പോൾ വാഷ് ബേസിനൊക്കെ കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മാറാലയൊക്കെ തട്ടിയിട്ട് ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. തുടയ്ക്കാനുള്ള ടൈം എന്തായാലും ഇന്നില്ല, നാളത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നിപ്പം വീട് മൊത്തത്തിൽ ഒന്ന് അടിച്ചു വാരി ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ അടിച്ചു വാരൽ ഡെയിലി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മടി തോന്നാറുണ്ടോ? എനിക്ക് ഇടയ്ക്ക് ഒരു മടിയൊക്കെ കയറി വരും കേട്ടോ. ആ ഒരു സമയത്ത് അങ്ങനെ രാവിലെ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം ആക്കോട്ടെ ഈ ഒരു അടിച്ചു വാരൽ പരിപാടി. അപ്പോൾ വൈകുന്നേരം ചെയ്തങ്ങിടും. അപ്പോഴേക്കിതാ കറണ്ടും പോയി, നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്ത്. ആ ഒരു മഴയ്ക്ക് മുമ്പായിട്ട് ഇക്ക വേഗം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ ആള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇക്കായും റെഡി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മഴ തകൃതിയായിട്ട് പെയ്യാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇന്ന് പോകാനുണ്ടല്ലോ, പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിലായിരുന്നു. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ ഒന്ന് തോർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇതാ മാരേജിന് പോവുകയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് എന്തായാലും ബൈക്കിൽ വരാൻ പറ്റൂല. അപ്പോൾ ബൈക്കൊക്കെ ഉള്ളിലേക്ക് ഒതുക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓട്ടോയിലാണ് പോണത്. ഓട്ടോ വന്നപ്പോഴേക്കും മഴയൊക്കെ തോർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ നേരെ യാത്ര തിരിച്ചു. ഇപ്പോൾ പൂവാറിലേക്കാണ് കേട്ടോ പോണത്. ഇപ്പോൾ എൻ്റെ ഇത്താടെ മാമാടെ മകളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണതാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം യാത്ര ചെയ്ത് ഇതാ പൂവാറിലെത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളാണ്, എല്ലാവരും എത്തിയിട്ടുണ്ട് കല്യാണത്തിന്. മാഷാ അല്ലാഹ്, നല്ല അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ബന്ധുക്കളോടൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണിയും പിന്നെ അച്ചാറും പപ്പടവും ചിക്കൻ ഫ്രൈയും ഫ്രൂട്ട്സും പിന്നെ കിണ്ണത്തപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു സ്പെഷ്യൽ അപ്പമാണ് ഈ ഒരു കിണ്ണത്തപ്പം.
പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ സാലഡ് ഉണ്ടായിരുന്നു. സാലഡൊക്കെ കൂട്ടി ഇങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. അങ്ങനെ ഇതാ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് വാനില ഐസ്ക്രീമൊക്കെ അങ്ങനെ ടേസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു മണ്ഡപത്തിനോട് ചേർന്നിട്ട് തിയേറ്ററും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതാ ഫിലിമും കാര്യങ്ങളൊക്കെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി നടന്നിട്ട് നമ്മളിതാ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് പൂവാറ് ബീച്ചിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. പൂവാർ പൊഴിക്കര ബീച്ചിലാണ് കേട്ടോ നമ്മൾ പോയത്. ആ ഒരു റിസോർട്ടും ഒക്കെ ഉള്ള ആ ഒരു പൂവാർ ബീച്ചിലേക്കല്ല കേട്ടോ പോയത്. അവിടെ നല്ല തിരമാലയും ഇപ്പോൾ കുറച്ച് കടൽക്ഷോഭമൊക്കെ ആണെന്ന് കേട്ടു. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ പോയത്. പിന്നെ ഇതാ കണ്ടൽക്കാട് വഴി വരുന്ന ബോട്ട് സർവീസ് ഒക്കെ ഇവിടെ കാണാം. അത് ആ ഒരു റിസോർട്ടിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ബോട്ട് സർവീസ് ആണ് കേട്ടോ. പിന്നെ ഇന്ന് കടലിലേക്ക് ഇറങ്ങാനൊന്നും പ്ലാൻ ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു ബീച്ച് സൈറ്റിൽ പോയിട്ട് അങ്ങനെ കടലൊന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാമെന്നാണ് പ്ലാൻ. അങ്ങനെ ഇതാ നമ്മളിതാ പൂവാർ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല മനോഹരമായ കടൽ കാഴ്ചകൾ അങ്ങനെ ആസ്വദിച്ച് നമ്മളങ്ങനെ നിൽക്കുകയാണ്. കടലും കായലും കൂടി സംഗമിക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ പൂവാറിലെ ദർഗ ഷെരീഫാണ് കേട്ടോ, മോസ്കാണ് ഈ കാണുന്നത്. ബോട്ടിംഗ് ഒക്കെ ഉള്ള ആ ഒരു പൂവാർ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ആ ഒരു കാർ പോയില്ലേ, ആ വഴിയാണ്. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇക്ക നല്ല ഉറക്കം തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മെല്ലതാ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ മുറ്റത്തുള്ള അവസ്ഥയൊക്കെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അന്തരീക്ഷം നല്ല മഴ മൂടിക്കെട്ടി തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷവും പെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം കോഴികളൊക്കെ ഒന്ന് തുറന്നു വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോയപ്പം അടച്ചിട്ടതാണ് പാവത്തുങ്ങൾ. അപ്പോൾ എന്താണ് അവസ്ഥയെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്തിൽ അവരെങ്ങനെ വർത്തമാനവും പറഞ്ഞത് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ചോടാ സുന്ദരി മണികൾ 2 മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അമിതമായിട്ട് പുല്ല് വളരുന്നതുകൊണ്ടാണ് കേട്ടോ ഇവരെ വാങ്ങിയത്. അപ്പോൾ ഇവരിപ്പോൾ പുല്ലൊക്കെ തിന്ന് മുറ്റമൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ബോണസായിട്ട് ഇതുപോലെ 2 കുഞ്ഞു മുട്ടയും തരും. അങ്ങനെ മുറ്റത്തൂടി കുറച്ച് നേരം പൂക്കളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ വെറുതെ നടന്നു. ഈ ഒരു പിങ്ക് കളറുള്ള ഫ്ലവർ ഉണ്ടാവുന്ന ചെടി ഉമ്മ നട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അധിക നേരം മുറ്റത്തൂടെ അങ്ങനെ നടക്കാനൊന്നും പറ്റിയില്ല. അത് മഴ ഇരച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉള്ളിലേക്ക് തന്നെ ഓടിക്കയറി.
മുട്ടയും കയ്യിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും നേരം വായി നോക്കി നടന്നത്. ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. പിന്നെ ഇനിയിപ്പം കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ തുണികൾ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. മഴയല്ലേ, അപ്പോൾ എന്ത് ചെയ്യാൻ, അലക്കിയിട്ട് വിരിക്കാനാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. ഞാൻ എല്ലാം ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ തുണികളൊക്കെ വിരിച്ചിടാറുള്ളത്. ഇപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ റൂമിനകത്ത് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് അവിടെയാണ് തുണികളൊക്കെ വിരിച്ചിടുന്നത്. മഴയുടെ ശക്തി കൂടി വന്നപ്പോൾ എന്താ കോഴികളൊക്കെ വീണ്ടും തിരിച്ച് കൂട്ടിലേക്ക് തന്നെ കയറി. ഇക്ക അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഞാനിപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ഇനിയിപ്പോൾ ചെയ്യട്ടെ. ഒരു സ്റ്റെപ്പ് തുണികൾ അലക്കാനിട്ടിട്ടുണ്ട്. അതിന് മുമ്പ് അലക്കിയത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി അലമാരയിൽ വെക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ സൺഡേ കടന്നു പോയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.